ഇതെല്ലാം അർഹതപ്പെട്ട വോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്തിയാൽ അത് വ്യാജ വോട്ടർമാർ ചില മണ്ഡലങ്ങളിൽ തിരികെ കയറ്റുന്നതൊക്കെ കാര്യങ്ങളെത്തും. മാത്രമല്ല, പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, തളിപ്പറമ്പ് മണ്ഡലത്തിലെ 204, 207 പോളിംഗ് സ്റ്റേഷനിൽ അവിടെ താമസമില്ലാത്ത ഈ ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. കല്യാശ്ശേരി മണ്ഡലത്തിലെ 74 പോളിംഗ് സ്റ്റേഷനിൽ 740 പേരുകൾ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് വേണ്ടി കൊടുത്തു എന്നാണ് സിസ്റ്റത്തിൽ എണ്ണം കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പോളിംഗ് സ്റ്റേഷനിൽ തന്നെ പുതുതായി 740 ആളുകളെ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ അത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ല എന്ന് വ്യക്തമാവുന്നതാണ്. ഞങ്ങൾ അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ പറയുന്നത്, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും പകർപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാക്കുകയും വേണം. നിലവിൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി കാണിക്കുന്ന 26 ലക്ഷം പേരുടെ പട്ടിക അടിയന്തരമായും പ്രസിദ്ധീകരിക്കണം. അതിന്മേൽ പരാതികൾ കൊടുക്കണമെങ്കിൽ അനർഹരായ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കൽ മാത്രമേ വഴിയുള്ളൂ. അത് കൊടുക്കാൻ കഴിയണമെങ്കിൽ ആ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകണം. 26 ലക്ഷം എന്തായാലും വരില്ല. കാരണം 2 വർഷമായി വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ സാധാരണഗതിയിൽ 18 വയസ്സോ അതിലധികമോ പൂർത്തീകരിച്ചവരുണ്ടാവുക 3 ലക്ഷത്തോളമാണ്. 2006 പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അന്ന് ജനിച്ചവരുടെ, അന്ന് വോട്ടവകാശം 18 വയസ്സ് പൂർത്തിയാകുന്നവരുടെ പേര് അതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ദുരൂഹമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നേ പറയാൻ പറ്റുള്ളൂ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകൾ BLOമാരുടെ വെരിഫിക്കേഷൻ നടത്താതെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ആ വെരിഫിക്കേഷൻ നടത്തുന്നതിന് മുമ്പ് അവർ അർഹരായ വോട്ടർമാരാണോ എന്ന് പരിശോധിക്കണം. അതിന് കഴിയണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ ലിസ്റ്റ് ലഭ്യമാക്കണം. വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് BLOമാർക്ക് കൃത്യമായ അറിയിപ്പ് നൽകണം. ഇങ്ങനെ സുതാര്യമായ വിധത്തിൽ വേണം വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതും നീക്കം ചെയ്യുന്നതും ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്താൻ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ നീതിപൂർവമായി പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരും. നിയമപരമായ സാധ്യതയും നോക്കേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.